ചെയിൻ മെത്തേഡിൻ്റെ 97ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. തുടക്കം ഹമീദ് അൻസാരി. ഡോക്ടർ ഹമീദ് അൻസാരിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതിയായത്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ ഉപരാഷ്ട്രപതിയായ രണ്ടാമത്തെ വ്യക്തി എസ് രാധാകൃഷ്ണൻ. ഏറ്റവും കുറച്ച കാലം ഇന്ത്യൻ ഉപരാഷ്ട്രപതിയായ വ്യക്തി വി വി ഗിരി. വി വി ഗിരിയാണ് കോടതിയിൽ ഹാജരായ ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ്. കോടതി അലക്ഷ്യം നേരിട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഇന്ത്യയിൽ ആദ്യമായി ആണവ പരീക്ഷണം നടത്തിയത്. ഇന്ത്യയിൽ ആദ്യമായി ആണവ പരീക്ഷണം നടന്ന വർഷം 1974. 1974 സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ആരംഭിച്ചത്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് ഹോസ്റ്റൽ സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി നിലവിൽ വന്ന സംസ്ഥാനം മണിപ്പൂരിനെ ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്ന് വിശേഷിപ്പിച്ചത് ഇർവിൻ പ്രഭുവാണ് ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെടുന്നത്. ജൂത വൈസ്രോയി എന്നറിയപ്പെടുന്നത് റീഡിംഗ് പ്രഭുവാണ് റൗലറ്റ് ആക്ട് പിൻവലിച്ച വൈസ്രോയി. റൗലറ്റ് ആക്ട് ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919. 1919 ബ്രിട്ടനിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ സ്വതന്ത്രമായത്. അഫ്ഗാനിസ്ഥാനിലെ രാഷ്ട്രപിതാവ് സഹീർ ഖാനാണ് ബറോഡ എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത്. ബറോഡ നഗരത്തിന്റെ പുതിയ പേര് വഡോദരയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. ഇന്ത്യയിൽ റെയിൽവേ ദേശസാൽക്കരിച്ച വർഷം 1951. 1951 ആദ്യ ഏഷ്യൻ ഗെയിംസ് നടന്നത്. ആദ്യ ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്.